നമ്മൾ പിടിക്കപ്പെടോ? ഏഞ്ചൽ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നമ്മളെ ആരും കാണില്ല. ശരിക്കും ഇനി ഞാൻ നിന്നെ ഞെട്ടിക്കാൻ പോവാ. ഇവിടെ വേറെ ആരുണ്ടല്ലോ? ഞാൻ ഏഞ്ചൽ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ താൻ വേറെ ആരോടെങ്കിലും പറഞ്ഞോ? സത്യം പറ ഏഞ്ചൽ. ഇതൊക്കെ അല്ലേ? A little bit towards right side. ഇപ്പൊ ഓക്കെ അല്ലേ? Okay, okay. മഹേഷേ, ഇതൊന്ന് നോക്കിയേ. എൻട്രൻസിലോട്ട് ആ സൈഡിൽ വെച്ചിട്ടുണ്ട് സാറേ. അന്ന് ഞാൻ പോകട്ടെ സാറേ. ഓ, എങ്ങനെയുണ്ട്? Good. ഹലോ ഡോക്ടർ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ മാത്യൂസ്. ദേ ആ കാണുന്ന വില്ലല്ല ഞാൻ താമസിക്കുന്നത്. ഓ യാ, ഡോക്ടർ ശബ്ദം പറഞ്ഞിരുന്നു. ഓ, ഞങ്ങൾ അങ്ങോട്ട് വന്ന് ഞങ്ങളെ കാണാനിരിക്കായിരുന്നു. ഓ ഫൈൻ. അങ്കിൾ അകത്തോട്ട് വരൂ. വേണ്ട മോളെ, ഞാൻ ആകെ ജോഗിങ് കഴിഞ്ഞ് വേർതിരിക്ക. അല്ല, ഇന്നലെ നിങ്ങൾ വന്നപ്പോ ലേറ്റ് നൈറ്റ് ആയി അല്ലേ? ഒരുപാട് ലേറ്റ് ആയില്ല, ഒരു 9 മണിയായി. ഓ, ഓസ്ട്രേലിയ എവിടെയാ? Melbourne. ഓ, കൊച്ചുമിടുക്കി. എന്താ ഈ കൊച്ചുമിടുക്കിയുടെ പേര്? Tanmay. ഓ, സോ ഇന്ന് മുതൽ വി ആർ ഫ്രണ്ട്സ്. ഓക്കെ, അങ്കിളിനൊരു പുതിയ കൂട്ടായി. വേസ്റ്റ് ലോറി വന്നല്ലോ. ഇയാളിന്ന് ഇത്ര നേരത്തെ ആണല്ലോ. ഞാൻ മൊബൈൽ എടുക്കാൻ മറന്നു. സോ ഓക്കെ ഡോക്ടർ, വിൽ മീറ്റ് അഗൈൻ. ഓക്കെ ഫ്രണ്ട്, ബൈ. എന്താ? ഒന്നുമില്ല. ഈ ലോറി ഫോബിയം വെച്ചിട്ട് എങ്ങനെയാ നാട്ടിൽ വണ്ടി ഓടിക്കുക? നീ ചുമ്മാ മോളുടെ മുമ്പിൽ വെച്ച്. എനിക്ക് എല്ലാ ലോറികളോടും ഫോബിയ ഉണ്ടോ? ഇമാരി വൃത്തിയായിട്ട മൂക്കേണ്ട ഈ സ്ഥാനത്ത് മാതിരി വൃത്തിയായിട്ട് മൂക്കുന്നിന്റെ ലോറികളാണ് ഈ നാട്ടിൽ മുഴുവൻ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യും? ഡാഡിക്ക് എന്താ ഈ മൂക്കൻ ലോറികളോട് ഇത്ര പേടി? അതെ, അതൊരു ഹൊറർ സ്റ്റോറി. അതെനിക്ക് ഞാൻ രാത്രി പറഞ്ഞുതരാം കേട്ടോ. എനിക്കൊന്നും കേൾക്കണ്ട. ഡാഡി നമ്മുടെ ട്രിപ്പ് എപ്പോഴാ? ട്രിപ്പ് സൺഡേ കൺഫേം. പിന്നെ ആ, കൺഫേം. അതൊക്കെ കൺഫേം തന്നെ. തൽക്കാലം നീ എന്റെ ഷർട്ട് അയച്ചു ചെയ്ത് വെച്ചേ. ഹോസ്പിറ്റൽ പണ്ടായി. ഹലോ, മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാനെത്തി. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ആ 303 പേഷ്യന്റ് IV സ്റ്റാർട്ട് ചെയ്തോ? മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ട്രെമഡോൾ ഇഞ്ചക്ഷൻ SOS ആയിക്കോട്ടോ. ആ ഓക്കെ. മഹേഷ്, Hi, ഞാൻ doctor. വെയിറ്റ് ചെയ്യായിരുന്നു. എല്ലാം സെറ്റിൽ ആയോ? ഓൾ ഓക്കെ. ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ സെറ്റിലായി. ആ, ഇന്ന് രാവിലെ ഡോക്ടറുടെ ഫ്രണ്ട് മറ്റേ കക്ഷിയെ കണ്ടിരുന്നു കേട്ടോ. ആര്? ആ, മാത്യൂസ് ചേട്ടനോ? ബബ്ലിംഗ് വിത്ത് എനർജി. യെസ് യെസ്, ഇന്ന് രാവിലെ എന്നെയും വിളിച്ചിരുന്നു. മഹേഷ് അവിടെ കൺസൾട്ടേഷൻ തുടങ്ങിയിട്ട് പേഷ്യൻസിന്റെ കാറ് പാർക്ക് ചെയ്യാൻ വല്ല കഞ്ചഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു വേക്കൻറ്റ് പ്ലോട്ട് എന്റെ തൊട്ടടുത്തുണ്ട്, അത് യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. വാവ്, പ്രോ ആക്റ്റീവ് ഹെൽപ്പ് ആണല്ലോ. വെരി മച്ച്. ആഫ്റ്റർ ഓൾ എക്സ് സർവീസ് മാൻ അല്ലേ, അതിന്റെ ഒരു ക്വാളിറ്റി കാണിക്കുമല്ലോ. ആ പിന്നെ മഹേഷ്, എന്റെ ഒരു ഫാമിലി ഫ്രണ്ട് പയ്യനെ ഞാൻ റൂമിലേക്ക് വിട്ടിട്ടുണ്ട്. ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് പറഞ്ഞേ. അതിനെന്താ നോക്കാലോ? ഡോക്ടർക്ക് നോപ്പില്ലേ? ആ, ഒന്നും പറയണ്ട. ആ പയ്യൻ വന്നപ്പോ ഞാൻ ഡോക്ടർ ജോയിനെ ഏൽപ്പിച്ച് ചാടിയതാ. ഞാൻ വിടട്ടെ? ഓക്കെ, ഞാൻ നോക്കിട്ട് വിളിക്കാം കേട്ടോ. യാ, യാ. വരൂ, ഇരിക്കൂ. എന്താ പേര്? വിവേക്. ആ, എന്താ വിവേക് വിശേഷം? പറയൂ. ഡോക്ടർ, എനിക്ക് ഹൈഡ്രോസിലിന്റെ പ്രശ്നം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ആഹാ, ഞാനത് ഇഗ്നോർ ചെയ്ത് നടക്കുമായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. എത്ര കാലം ഹൈഡ്രോസിലിന്റെ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്? കുറച്ച് കൊല്ലമായി. എന്നിട്ട് ഏതെങ്കിലും സർജനെ കാണിച്ചോ? ഹേയ്, ഓ, പിന്നെ എങ്ങനെ മനസ്സിലായി ഹൈഡ്രോസിലാണെന്ന്? ഞാൻ എൻ്റെ ഈ സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു. ഓ, അപ്പോൾ ഏകദേശം ഒരു 90% കാര്യങ്ങളും മാച്ചിങ് ആയിട്ട് വന്നു. അപ്പോൾ പിന്നെ ഞാൻ തന്നെ കൺഫേം ചെയ്തു. ഓ, ഗൂഗിൾ. അപ്പോൾ പിന്നെ വേറെ എവിടെയും പോകണ്ടല്ലോ. വിവേക്ക്, തൽക്കാലം ഒരു കാര്യം ചെയ്യും. ഈ പാൻറ്റും അണ്ടർഗാർമെൻസും ഒക്കെ ഒന്ന് അയച്ചിട്ട് ആ ബെഡിലൊന്ന് കിടന്നാട്ടെ. ഞാനൊന്ന് നോക്കട്ടെ. ആ, വണ്ടി വരുന്നുണ്ട്. എനിക്ക് പോകാനുള്ള വണ്ടി വരുന്നുണ്ട്. ശബ്ദം കേട്ടെ? അത് വല്ല മരക്കം പൊടിഞ്ഞു വീണായിരിക്കും.
ആടാ നീ ആശാനെ ഒരുത്തണ്ടാ വണ്ടി കയറിക്കണു. എന്തിനാ വണ്ടി ചാടി കയറിയ? അവൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ബാബു പിടിച്ചിറക്കണം അവനെ. ഓരോന്ന് വന്ന് കേറിക്കോളും. ഓരോരോ മാരണങ്ങൾ. എനിക്ക് വണ്ടിയിൽ പോണം, എനിക്ക് വണ്ടിയിൽ പോവാനോ. ആശാനെ ഞാൻ കുട്ടിയെ കൂടൂല, പിടിച്ചേക്കല്ലേ. എനിക്ക് വണ്ടിയിൽ പോണം. ബാബു അവനെവിടെ? അവൻ വണ്ടി ചാടി കയറിയെന്ന്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയല്ലേ, അതിന്റെ ടയറിന്റെ അടിയിൽ അങ്ങനെ പെട്ടിരുന്നെങ്കിലോ? എന്നിട്ട് അവന്റെ നിപ്പ് കണ്ടില്ലേ? എടാ മനസ്സിന് സുഖമില്ലാത്ത ആളാ. വട്ട് കേസാണല്ലേ ബാബു ഇറങ്ങ. ഇച്ചാൻ എന്തായാലും അവനോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ. നീ സമാധാനിക്കേ. നിനക്ക് ലോഡ് കയറ്റി നാളെ കാലത്ത് പോയാൽ പോരെ. അപ്പോഴേക്കും ഞാൻ അവനെ മാറ്റിക്കോളാം. ഞാൻ ലോഡ് കയറ്റാൻ വരുമ്പോ അവനോട് കണ്ടേക്കരുത്. ഉണ്ടാവില്ല. ബാബു വാ. ഈ ലോറി കണ്ടപ്പോ ഇവനിത് എന്ത് പറ്റി? ഒന്ന് പുറത്തു പോകാത്ത ആളാണല്ലോ. ഇച്ചാൻ ആ മാരണത്തെ ഓടിച്ച് കളഞ്ഞാൽ മതിയായിരുന്നു. പറഞ്ഞു വിടാന്ന് പറഞ്ഞല്ല. ആശാനെ കയ്യിലെന്തോ ഇരിക്കുന്നു. എന്ത് ഒച്ച് തട്ടിക്കളടാ. അവിടെ നിങ്ങളുടെ കയറിയാണ്. ഡോക്ടറെ, യെസ് കമിൻ. ഞാൻ കുറേ ദൂരേന്ന് വരിക. ആഹാ ഇരിക്കൂ. കുറേ ദൂരെ എന്ന് പറയുമ്പോ എവിടെയാ? കുറേ ദൂരെ, കുന്നും മലയും ഒക്കെ കയറി പോണം. ശരി, എന്താ ഉപ്പയുടെ പ്രശ്നം? എൻ്റെ മോനെ, ഓ നല്ല മിടുക്കനായിരുന്നു. കുറച്ച് കൊല്ലായിട്ട് ഓനെ കാണാനില്ല. ഡോക്ടർക്ക് ഓനെ ഒന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ? ഉപ്പ ഏത് ഡോക്ടർ കാണാനാ കാർഡ് എടുത്തത്? കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? എന്തേ? കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോന്ന്? ഉപ്പ ഇതെന്നെയല്ല കാണിക്കേണ്ടത്. സൈക്യാട്രിയിലൊരു ഡോക്ടറെ കാർഡ് എടുത്താൽ മതി കേട്ടോ. സൈക്യാട്രി, മനസ്സിലായോ? ഡോക്ടറെ, നിങ്ങൾ മനസ്സ് വച്ചാലേ എൻ്റെ മോനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഡോക്ടറെ, വാ. OT-ന്നൊരു കോൾ ഉണ്ടായിരുന്നു. അടുത്ത ആഴ്ച രമേശ് ഡോക്ടർ ലീവാ. പുള്ളിക്കാരൻ്റെ ചില സർജറീസ് ഒക്കെ പോസ്റ്റ്പോൺ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ OT ഉപയോഗിക്കാം. വേണേ 2 യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഹലോ, വല്ല സീരിയസ് ഡിസ്കഷൻ ആണോ? ഒന്നുമില്ല. ഞാൻ മാഡത്തിനെ വിളിച്ചിരുന്നു. ഞാൻ കണ്ടു. പക്ഷേ അപ്പൊ OP-യിലായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അല്ല, വിവേകിന് എന്താ ഹേണിയാണോ? യെസ്, റിപ്പോർട്ട്സ് കണ്ടില്ലേ? കണ്ടു. പക്ഷെ അയാൾ നല്ല കക്ഷിയാ. സിംറ്റംസ് ഗൂഗിൾ ചെയ്തിട്ട് ഹൈഡ്രോസിലാണെന്ന് പറഞ്ഞ് 8 വർഷം കൊണ്ടുവരണം. ഇപ്പൊ ഈ ഗൂഗിള് നോക്കിയിട്ട് വരുന്ന പേഷ്യൻസിനെ കൊണ്ടുള്ള പ്രശ്നം വലിയതായിട്ടിരിക്കുക. ഇവര് ഗൂഗിള് നോക്കിയിട്ട് സർവ്വ മെഡിക്കൽ ടേംസ് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. നമ്മുടെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഗൂഗിള് നോക്കിയിട്ട് കണ്ട ഡയഗ്നോസിസും നമ്മുടെ ഡയഗ്നോസിസും ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കൊടുക്കൽ മാത്രമായിട്ടുണ്ട്. വെരി ട്രൂ. ഇനിയിപ്പോ എന്നാണ് അവ യൂട്യൂബ് നോക്കിയിട്ട് സർജറീസ് നടത്താൻ പോകുന്നത്? അവരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ കൂട്ടത്തിലുള്ള ഡോക്ടേഴ്സ് തന്നെ പലരും യൂട്യൂബേഴ്സ്. അതെ, ഡോക്ടേഴ്സ് വീഡിയോ പോസ്റ്റ് ചെയ്യും, കാണുന്നവര് സിംറ്റംസ് കമന്റ് ചെയ്യും. പിന്നെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടി കുത്തിയിരുന്ന് കമന്റ്സിന് റിപ്ലൈയും കൊടുക്കും. തീർന്നു കൺസൾട്ടേഷൻ. എന്നാ പിന്നെ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. ഞാനും പോട്ടെ. ഞാനും ഇറങ്ങാൻ നിൽക്കാം. തനുമോള് വന്നപ്പോ തൊട്ട് പറയാം, കേരളത്തിൽ വന്നിട്ട് എവിടെയും കൊണ്ടുപോയില്ലാണ്. അതുകൊണ്ട് ചെറിയ ട്രിപ്പ്. അപ്പൊ നാളെ ഔട്ട് സ്റ്റേഷൻ ആണല്ലേ? ജസ്റ്റ് ഡ്രൈവ്. രാവിലെ പോയിട്ട് വൈകുന്നേരം വരും. ശരി.